ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്ലോവാക്യയിലെ വർക്ക് പെർമിറ്റുകൾ അതിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ജോബ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ ആൻഡ് ലാസ്റ്റ് ഫാമിലീനെ കൊണ്ടുവരാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതലായവയെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റത്തെ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വർക്ക് പെർമിറ്റ് ആണ്. ഈ സിംഗിൾ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്, അതായത് ബോത്ത് റെസിഡൻസിക്കും ജോബിനും വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റ് ആണ്. ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി പോളണ്ടുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ 20 ദിവസത്തെ കാര്യമുള്ളൂ ഇവർക്കൊരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ളത്. സോ നിങ്ങൾക്ക് ഒരു ജോബ് തരുന്നതിന് മുമ്പായിട്ട് എംപ്ലോയർ എന്ത് ചെയ്യണം, ഒരു 20 ദിവസം മുമ്പ് തന്നെ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിനെ അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇവിടുത്തെ ഒരു പബ്ലിക് പോസ്റ്റിൽ, അതായത് ഏതെങ്കിലും ജോബ് പോസ്റ്റിൽ ഇടണം. എന്നിട്ട് ആ പോസ്റ്റിന് ആരും അപ്ലൈ ചെയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഇവർക്ക് അതിനുള്ളൊരു ഒതന്റിക്കേഷൻ കിട്ടുന്നത്. അതായത് ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടുന്നത്. യൂഷ്വലി സിംഗിൾ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 years ആണ്. പക്ഷേ ചില രാജ്യങ്ങളിലേക്ക് ഇവരുടെ ഇന്റേണൽ പോളിസീസിലേക്കും ബേസിൽ അത് 5 കൊല്ലത്തേക്ക് പല വേരിയേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഉള്ള എല്ലാ EU കൺട്രീസിലേക്കും നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻസും, എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയർ, ഇവിടെ ജോബ് അവൈലബിൾ എന്നുള്ള നമ്മുടെ ജോബ് കോൺട്രാക്റ്റും കാര്യങ്ങളും, പിന്നെ ആൻഡ് മോസ്റ്റ് നമ്മുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ സാധാരണ ഒരു EU വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നത് അതെല്ലാം ഇവിടെ വേണം. ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 165 to 170 യൂറോസിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും യൂഷ്വലി ഈ വിസ ഫീ വരുന്നത്. ഇനിയുള്ള സെക്കൻഡ് കാറ്റഗറി വരുന്നത് വർക്ക് പെർമിറ്റ് ആണ്. ഒരു സെർട്ടൺ കേസുകളിൽ, അതായത് ഇവിടെ ഓൾറെഡി TRC ഉള്ള ഒരാൾ അവരുടെ ഫാമിലി റീയൂണിഫിക്കേഷൻ്റെ കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഓൾറെഡി EU ലോങ് ടേം റെസിഡൻസി കാർഡ് ഉള്ളവർ, TRC അല്ല EU ലോങ് ടേം റെസിഡൻസി കാർഡ് ഉള്ളവർക്ക് ഒരു ജോബ് വേക്കൻസി കാണുകയും അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇതിലുള്ള ആളുകൾക്കുമാണ് വർക്ക് പെർമിറ്റ് വരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 years ആണ്. അതുപോലെ തന്നെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എംപ്ലോയർ തരുന്ന കോൺട്രാക്റ്റിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പെർമിറ്റുകൾ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി വരുന്നതെന്ന് പറഞ്ഞാൽ TRC ബേസ്ഡ് വർക്ക് പെർമിറ്റുകളാണ്. ഇത് സെയിം എല്ലാ രാജ്യത്തും ഉള്ള പോലെ തന്നെ, എല്ലാ EU കൺട്രീസിലുള്ള പോലെ തന്നെ നമുക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നല്ലെങ്കിൽ ലീഗലായിട്ടുള്ള വിസയോ അല്ലെങ്കിൽ TRC കാർഡോ, ടെമ്പററി റെസിഡൻസി കാർഡോ അതാത് രാജ്യത്ത് നിർബന്ധമായിട്ടും വേണം. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതിൻ്റെ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ലൈക്ക് 165 to 170 യൂറോസിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഒരു ഫീസ് വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് സെയിം തന്നെ, നമ്മൾ എന്തൊക്കെയാണോ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തത് ആ സെയിം സാധനങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ വർക്ക് പെർമിറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയാണ് സ്റ്റേ, നമ്മുടെ ഫൈനാൻഷ്യൽ നീഡും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൂവായിട്ട് നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2 സിറ്റുവേഷൻസ്. ഒന്ന് നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ്. അതിൽ ഫസ്റ്റത്തെ കാര്യം, ജോബ് ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ സിംഗിൾ വർക്ക് പെർമിറ്റിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 5 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിനെ അറിയിക്കണം നമ്മൾ ജോബ് മാറുക എന്നുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പുതിയൊരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഈ പുതിയ കമ്പനി, നിങ്ങൾ ഹയർ ചെയ്യുന്ന കമ്പനി 20 ദിവസം മുമ്പെങ്കിലും ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിയിൽ ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പുതിയ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ആവുകയുള്ളൂ. ഇനിയുള്ള കാര്യമാണ് നിങ്ങളുടെ ജോബ് നഷ്ടപ്പെട്ട ആളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പിരിച്ചുവിട്ടാറില്ല, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയുള്ളൊരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇവിടുത്തെ ഗവൺമെൻറ് അലൗ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 60 ദിവസം വരെയാണ് നമുക്കിവിടെ സേഫായിട്ട്, അതായത് ജോബില്ലെങ്കിലും നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. പക്ഷേ നമ്മുടെ ജോബ് നഷ്ടപ്പെട്ട് വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിനെ അറിയിക്കണം നമ്മുടെ ജോബ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ സിംഗിൾ വർക്ക് പെർമിറ്റിലാണ് വന്നതെങ്കിൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഈ ഒരു 60 ഡേയ്സിൽ, അതായത് 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേറൊരു ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലായിട്ട് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അതും ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ റെസിഡൻസി റിവോക്ക് ആവും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫാമിലി റീയൂണിഫിക്കേഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അതായത് യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ തരുന്ന ഒരു രാജ്യമാണ് സ്ലോവാക്യ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, നിങ്ങൾ ആരായിരുന്നു നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ്, പ്ലസ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 18 ഇയേഴ്സിൻ്റെ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ അൺമാരിഡ് ആണെങ്കിൽ അവരെയും കൊണ്ടുവരാം.
മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരൻസിനെയും കൊണ്ടുവരാം. ഇതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം അവർക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ടെമ്പററി റെസിഡൻസി ഓൾമോസ്റ്റ് അപ് ടു 5 ഇയേഴ്സ് ആണ്. ബേസ്ഡ് ഓൺ നിങ്ങളുടെ TRC അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൂ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വിസ എത്ര നാളുണ്ടോ അതിൻ്റെ ബേസിലായിരിക്കും. പക്ഷേ അപ് ടു 5 ഇയേഴ്സ്. ഇനി ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പ്രത്യേകിച്ചൊരു സെപ്പറേറ്റ് ഒരു വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. അവർക്ക് ജോബ് സെർച്ച് ചെയ്യാനും ഇവിടെ സ്റ്റേ ചെയ്യാനും എന്നുള്ളതാണ് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ ലീഗലാണെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഈസി ആയിട്ട് തന്നെ വേറൊരു വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അവർക്ക് ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അവർക്ക് ജോബിൽ കയറാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്ലോവാക്യയുടെ വർക്ക് പെർമിറ്റും അല്ലെങ്കിൽ ഫാമിലി റീയൂണിഫിക്കേഷനും ജോബ് നഷ്ടപ്പെട്ടാലൊക്കെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയ വർക്ക് പെർമിറ്റ് ജെന്യുവിൻ ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.